വീരേന്ദ്ര സിംഗിന്റെ പെണ്ണുപിള്ള സൂറത്തിനെ പോലെ ഇവിടെ വരുന്ന കാണാം. നമ്മുടെ ഇവിടെ മുന്നേണ്ട മണ്ണവേ ഇല്ലാതിരിക്കും. ഇനി ഇവിടെ എല്ലാം വീർപ്പിക്കും. ചില സമയത്ത് ഇവിടെ എല്ലാം വീർപ്പിച്ചാണ് പിടിക്കും. അപ്പം വീർപ്പിച്ച് പിടിക്കാനായിട്ട് കോർട്ടിസോൾ അവന്റെ അമ്മയുടെ കോർട്ടിസോൾ പോലും എന്തുവാടാ ഈ നിമിഷ നേരം കൊണ്ട് വീർക്കുന്ന കോർട്ടിസോൾ എന്തുവാണ് അത്? ഏതാണ്ട് കോർട്ടിസോൾ കൊണ്ടാ വീർക്കുന്ന പറയുക. എങ്ങാണ്ട് വെമ്മാടി ഇങ്ങനെ ഇരിക്കുക പറയുക ഡ്രാമയുമായിട്ട്. നിങ്ങളുടെ തലയടിച്ച് പൊട്ടിക്കുന്ന സമയം കഴിച്ചു വെമ്മാടിയിലൊക്കെ. എന്താ ഡ്രാമയാണോ ഈ ഡ്രാമ? ദീപാവലി പഠിക്കുന്ന സദയമന്ദിരവാ. ഇവിടെ വേറെ ആരുമില്ല. സദയമന്ദിരാ ദീപാവലി പഠിക്കുന്നതാ ഇവിടെയുള്ളത്. ലക്ഷ്മമ്മയും രാജമ്മയും. അതാ വേറെ ആരുമില്ല. ഇതെന്റെ വീടാ. എന്റെ പേരിലുള്ള വീടാ. അല്ലാതെ എന്തുവാ ഡ്രൈവർ വിദ്യാധരന്റെയും മോളെയൊന്നും അല്ല ഇത്. ഒരവന്റെ അല്ല. ഇത് ഞങ്ങളുടെ വീടാ. ഡ്രൈവറിന്റെയും ഒന്നും അല്ല. എന്തോ പിടിച്ചു പഠിക്കണോ? ഇനി അടുത്ത വേലയാണോ? പിടിച്ചു പഠിക്കൊണ്ട് നടക്കുക ആളുവാരവന്മാര്. വീരേന്ദ്ര സിംഗ് കുറെ ഉണ്ണത്തിന് പിടിച്ചു പഠിച്ചത് കൊണ്ട് അവിടെ കളഞ്ഞായിരുന്നു. പ്രായമുള്ള പെണ്ണുങ്ങളെ വരാൻ എന്തുവാ ഏതാണ്ട് അനാഥാലയത്തിലൊക്കെ കൊണ്ട് കളഞ്ഞായിരുന്നു. പ്രായമുള്ള പെണ്ണുപിള്ളയുടെ വസ്തുക്കളെല്ലാം പിടിച്ചു പറിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുക ഗൂണ്ടായുസമായിട്ടുള്ളത്. ഇപ്പം എന്തുവാ പണ്ടത്തെക്കാട്ടി 3 ഇരട്ടിയൊന്നും കയറി പൂഷണിച്ച് ചുമ്മാതെ നീ എന്തുവാ ഇങ്ങനെ പൂഷണിക്കുന്നത് ചുമ്മാതെ ദഹിക്കാത്ത വക തിന്നുകൊണ്ടാ. ദഹിക്കാത്ത വക തിന്നുകൊണ്ടാണ് ഇങ്ങനെ പൂഷണിച്ച് വരുന്നത്. കഥയുണ്ടാക്കരുത്. തെമ്മാടിക്കഥകള് വീർപ്പിച്ചേച്ച് കഥയുണ്ടാക്കുന്നു. കുറെ ബ്ലോട്ടിംഗ് ഗ്യാസ് അടിച്ച് വീർപ്പിച്ചേച്ച് കുറെ കഥയുണ്ടാക്കുന്നു. ആർക്കായി എന്റെ വസ്തു വകയൊക്കെ പിടിച്ച് വലിക്കേണ്ടത്? വേറെ വക വസ്തു വകയെ പിടിച്ച് വലിക്കാൻ നടക്കുന്നു. ദിവസവും പണ്ട് അവന്റെ പേര് കണിയാൻകുട്ടനും എല്ലാം കൂടെ അടിച്ചു കയറി എന്റെ പ്രമാണം കിട്ടുമെന്ന് വിചാരിച്ചോണ്ട്. ഇപ്പം എന്താ പരിപാടിയാടാ? പ്രമാണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഓടി വന്നതാ. കണ്ടില്ലയോ? ചായ കുടിക്കണ്ട രാവിലെ എണീറ്റ് വരുമ്പോഴത്തേന്. ചായ കുടിക്കണ്ട. രാവിലെ എണീക്കുമ്പോ ഇങ്ങനെ വെലിഞ്ഞ് തൊലിയേ ഉള്ള എല്ലാം തോലും പോലെ ഇരിക്കും. ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഫ്ലോട്ടിംഗ് ഗ്യാസ് അടിച്ച് വീർപ്പിക്കുമല്ലയോ? എന്താ കാര്യം തോന്നിയാസം കാണിക്കുന്നതാണോ എന്റെ ശരീരം? ഇയൊക്കെ ആരാ പറയാൻ എന്റെ ദേഹത്തോട്ട് സാമാനെല്ലാം അടിക്കാൻ കുറെ ലേറ്ററും മറ്റേതും കുറെ ടയർക്കനും ഒക്കെ അടിക്കാൻ നീയൊക്കെ ആരാ? നീക്ക് ആരാ അറിയാതെ തരുന്നത്? നിന്റെ ഡ്രാമയൊന്നും എടുക്കണ്ട. ഡ്രാമ വേറെ വല്ലതും എടുക്കാൻ ഡ്രാമ എടുത്താൽ മതി. കുറെ അവന്മാർ ഫോണും പിടിച്ചിങ്ങനെ ഇരിക്കുക. കണിയാൻകുട്ടനും കുറെ അവന്മാരും എന്നൊക്കെ വേറെ ഓലിയൊന്നും ഇല്ലല്ലോ നിനക്കൊന്നും. എന്തോ ചിപ്പും ചുപ്പും ഒക്കെയാണോ ഇവിടെ വെച്ചിരിക്കുന്നത്? ചിപ്പും ചുപ്പും ഒക്കെ കഥകളുണ്ടാക്കാൻ നടക്കുന്നു. കഥ എന്താ കഥയാണോ ഉണ്ടാക്കേണ്ടത് നിനക്കൊക്കെ? എന്താ കഥയല്ല എനിക്ക് മനസ്സിലാവുന്നില്ല. കഥയുണ്ടാക്കൽ കുറെ എന്താ രോഗമാ? എന്താ ഇത്? കുറെ ക്രിമിനൽ രോഗം. തീരെ ഒക്കുന്നില്ല. പിന്നെ വസ്തുവും വകയും പിടിച്ചു പറിക്കാന് നമുക്കാണ് എന്റെ വസ്തുവും വകയും പിടിച്ചു പറിക്കേണ്ടത്. എന്താ മേത്തോട്ട് സാമാനെല്ലാം അടിക്കുന്നത്? ഞാൻ ഡൽഹി നിൽക്കുമ്പോഴുണ്ട് ഇവിടെ ഒന്നും നിർപ്പിച്ചിട്ടേ ഇല്ല. കുറെ ഇവിടെ എല്ലാം എല്ലാ ഇത് ഞാനെടുത്ത് സേവ് ചെയ്ത് യൂട്യൂബിലാക്കിയിട്ടുണ്ട്. ഇവിടെ ആരാ വന്നേന്നുള്ളതൊക്കെ. ഏറോളാ പന്തലായി പറയുന്നത് വെച്ചാൽ ഞാൻ വേദ്യം കൊടുക്കാം. പന്തലായിയെ പറഞ്ഞ അമ്പലക്കായോളം കുട്ടിക്ക് കഥ പറയുന്നു. ഇതേ തെളിവുണ്ട് ആരാ വന്നേന്നുള്ളതിന്. ഇവിടെ ലൈവ് തെളിവ്. നീക്ക് എന്തോ അതിനാ ക്യാമറ വെച്ചിരിക്കുന്നത്? ഇത് സദയമന്ദിരത്തിലെ അടുക്കളയാ. വേറെ എടുത്തൊന്നുമില്ല. ദീപാവലി പഠിക്കണം. എന്റെ അമ്മ രക്തമ്മയും ഇത് രാജമ്മയും വേറെ ആരെങ്കിലും ഇവിടെ എടുക്കട്ടെ. ഡ്രാമയൊക്കെ വേറെ വല്ലതും കൊണ്ട് എടുത്താൽ മതി. ഡ്രാമയുമായിട്ട് ഇരിക്കുക കുറെ അവന്മാര്. കുട്ടനിങ്ങനെ മോനെ എന്തുവാ വിഷമൊക്കെ കൊടുത്ത് മയങ്ങുന്ന സാമാനം എല്ലാം കൊടുത്ത് എന്തുവാ അവിടെ കൊണ്ടിട്ട് കാശെല്ലാം വാങ്ങിച്ചു
വിട്ടിട്ടുണ്ട്. ഗൾഫ് ഇൻഷുറൻസും മറ്റേ ഇൻഷുറൻസും ഒക്കെ വാങ്ങിച്ചിട്ട് അവനിങ്ങനെ ഫോണും കൊണ്ടിരിക്കുക 24 മണിക്കൂർ. ഒരു പെണ്ണിനെ കയറ്റി വെച്ചോണ്ടിരിക്കുക. ഒരു പെണ്ണിനെ 7-10 വയസ്സുള്ള പെണ്ണിനെ സ്കൂളിൽ പോയി വിടുന്ന ഡ്രാമയായിട്ട് ഇരിക്കുക. ഒരു രാജമ്മ കുളിച്ചേച്ചിങ്ങനെ വരുമ്പോ അത്രേ ഉള്ളൂ, പെണ്ണിന്റെ അത്രേ ഉള്ളൂ വീട്. അതുകൊണ്ട് ഇങ്ങനെ പെണ്ണ് വരുന്നതാണ്. ആ പെണ്ണ് ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നു. ഈ കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം ഡ്രാമയാ. ഇവിടെ 3 പേരായി. 3 പേര്, അച്ഛനും അമ്മയും കൊച്ചും ഡ്രാമയ്ക്ക് 3 പേര് ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുക. ഇവിടെ 2 പേരോടൊപ്പം ഡ്രാമ വലുതായിട്ട് നടക്കുന്നില്ലായിരുന്നു. അച്ഛനും അമ്മയും കൊച്ചും കൊണ്ട ഡ്രാമ. അതുകൊണ്ടാണ് രാജമ്മയെ വരച്ച് ഇവിടെ വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഡ്രാമയ്ക്ക്. ഏത് കൊച്ചാണെന്നാ അതിനാ രാജമ്മ പോകാതെ ഇവിടെ നിൽക്കുന്ന ഡ്രാമ. രാജമ്മ 3 പേരില്ലേ? ഒറ്റ എനിക്ക് 3 പേരെ മതി. 3 ഒരു പുലിയുടെ ഏതോ ഒരു പുലിടനാ. ഒന്ന് പുലിടൻ, പിന്നെ മോള്, പിന്നെ അമ്മ. ഡ്രാമ. അതിനാ 3 പേര്. ചേർത്ത് അതിനായിരുന്നു ആള്. ഇനി വിളിയോ. കുളിമുറി പോയിട്ട് വരുമ്പോ ആരാണ്ട് കൊച്ചി അതുവഴി ഇങ്ങനെ വരുവാ. കൊച്ചിങ്ങനെ കൊച്ചു വരുവാ. എണ്ണം മതി, പക്ഷെ എണ്ണം മതി. എന്റെ കയ്യിലുണ്ട്. ദിവസം പ്രതി ഞാൻ എന്റെ യൂട്യൂബിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്റെ വീടായിരുന്നുള്ളത്. ഇതിന് തെളിവുണ്ട്. ഏതവനാണ് ഇതിന് അവകാശം പറയുന്നത് എനിക്കൊന്ന് അറിയണം. ഏതവനും എല്ലാം പോസ്റ്റ് ചെയ്ത് യൂട്യൂബിനകത്ത് ഇരുന്നുണ്ട്. പോസ്റ്റ് ചെയ്ത് യൂട്യൂബ് നാട്ടുകാർ കാണുന്നതാടാ. ഇതൊന്നും പിടിച്ച് പറിച്ചൊന്നും വെക്കേണ്ട. നീ യൂട്യൂബിനകത്തുണ്ട്. ഞാൻ എവിടെയായിരുന്നെന്നും എല്ലാം ഉണ്ട്. എല്ലാം ഞാൻ ഒക്കെ ഞാൻ തീർത്ത് തരാം. യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുക്കും ആരാ പറഞ്ഞത് ഇവിടെ 1-ാം തീയതി മുതൽ 14-ാം തീയതി വരെ മുക്കുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതിൽ തെളിവെന്തെങ്കിലുണ്ട്. സോനിയാസം തമ്പേലായി കവയൊക്കെ ഉണ്ടെ കൈ വെച്ചേ. ഇങ്ങനെ എടുക്കണ്ട. അപ്പൊ രാജമ്മയോ ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെ ഉടനെ കരണ്ട് പോകുന്നത്. അങ്ങനെ കരണ്ട് പോവുക. കരണ്ട് പോയി ഡ്രാമ. കരണ്ട് കളഞ്ഞുള്ള ഡ്രാമയാ. ഞങ്ങളുടെ വസ്തു വിൽക്കാനും പറിക്കാനും ഒന്നും അല്ലടാ ഇത്. കഥയമന്ദിരം വിൽക്കാനല്ല ഇത്. ഏതൊക്കെ വിൽക്കേണ്ട കഥ ഉണ്ടാക്കുന്നത്. ഇത് വിൽക്കാനല്ല. അടുക്കളയിലോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെ കൊച്ചു വരുന്ന പോലെ. കക്കൂസും കുളിമുറിയൊക്കെ കഥയമന്ദിരത്തിലെ കക്കൂസും കുളിമുറിയൊക്കെ ആയിരുന്നു. അത് വേറെ ഒന്നുമല്ല. കക്കൂസും കുളിമുറിയൊക്കെ ഇല്ലേ? ഇത് കക്കൂസും കുളിമുറിയാ കഥയമന്ദിരത്തിലെ. വേറെ ഒന്നും ഞാൻ പറയുന്നത്. ഞാൻ ഉറക്കം തന്നെ പറയുന്നത്. ഇതേ പറയുന്നത്. സഹദേവ മന്ദിരത്തിലെ കക്കൂസും കുളിമുറി ഇവിടെ VYS പഠിക്കാനാണ് നിൽക്കുന്നത്. പിന്നുള്ളത് രാജമ്മ